Hi guys, welcome back to Salesforce Malayalam. First of all, thank you so much for your support. നമ്മുടെ ചാനലിൽ ഏകദേശം 100 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു Q&A സെഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മിക്ക വീഡിയോസിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻസ് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കമൻസിലേക്ക് പോകാം. സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഓക്കെയാണ്, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ചില പേഴ്സണൽ കാരണങ്ങൾ കാരണമാണ് ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടായത്. ഗോയിങ് ഫോർവേഡ് ഞാൻ മാക്സിമം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത കമൻറ്റിലോട്ട് പോകാം. സെയിൽഫോഴ്സിൽ ജോബ് കിട്ടാൻ എന്തൊക്കെ സ്കിൽസ് വേണം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിൽഫോഴ്സിൽ ഒരുപാട് ജോബ് പൊസിഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ സെയിൽഫോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ സെയിൽഫോഴ്സിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സെയിൽഫോഴ്സിനകത്തിപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ, സെയിൽഫോഴ്സ് ഡെവലപ്പർ, ടെസ്റ്റർ, ഡിസൈനർ, ആർക്കിടെക്റ്റ്, അങ്ങനെ പല പല ജോബ് പ്രൊഫൈൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് പ്രൊഫൈലിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മുടെ സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് വൺ മോർ തിങ്, ഇതിനകത്ത് ഏതൊരു പ്രൊഫൈലിലേക്ക് പോകണമെങ്കിലും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിരിക്കണം. അഡ്മിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസാണ്, അതായത് നമ്മൾ ഒരു ഫൗണ്ടേഷനാണ് സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് കോഡിങ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സ് ഡെവലപ്പർ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സപ്പോസ് നിങ്ങളൊരു ഫ്രഷറാണ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞതിന് ശേഷം, ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ജോബിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷനകത്ത് സെയിൽഫോഴ്സിനെ കുറിച്ച്, അതായത് സെയിൽഫോഴ്സ് ഓർഗിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ചും ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് സെയിൽഫോഴ്സ് അഡ്മിൻ എന്ന് പറയുന്ന പ്രൊഫൈലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രൊഫൈലാണ് സെയിൽഫോഴ്സ് ഡെവലപ്പർ. അതായത് നിങ്ങൾക്ക് സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ അറിയാം, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് സ്കിൽസ് കൂടെയുണ്ട്. അതായത് അപ്പെക്സ്, വിഷ്വൽ ഫോഴ്സ്, അല്ലെങ്കിൽ ലൈറ്റ്നിങ് കോമ്പണൻറ്റ് ഡെവലപ്മെൻറ്റ്, ഇതിലൊക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് ഡെവലപ്പറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾ പ്രോഗ്രാമിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് കണ്ടാൽ മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ പ്രോഗ്രാമിങ്ങുമായിട്ട് ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ അത്രത്തോളം എക്സ്പേർട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ഫുൾ പ്രോഗ്രാമിംഗ് അല്ല യൂസ് ചെയ്യുന്നത്, കുറേയൊക്കെ മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്. ചില പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പെക്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ടെസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെ സെയിൽഫോഴ്സിൽ നിരവധി പൊസിഷൻസ് ഉണ്ട്. നമ്മുടെ എബിലിറ്റീസും നമ്മുടെ ഇൻട്രസ്റ്റും അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നോട് ചോദിക്കാൻ ഒരു ബെസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഫ്രഷറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഒരു സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ജോലി കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മിക്ക ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സെയിൽഫോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ സെയിൽഫോഴ്സിലൊരു ജോലി കിട്ടാൻ നമുക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതായത് ഡിഗ്രി ലെവലിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കുന്നതിന് മുമ്പ് വേണ്ട ക്വാളിഫിക്കേഷൻസ്. സെയിൽഫോഴ്സ് അഡ്മിനായിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ സെയിൽഫോഴ്സ് അഡ്മിൻ പ്രൊഫൈലിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതിയാവും. ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം, അതിനെക്കുറിച്ചൊരു തറോ നോളജ് ഉണ്ടാവണം. പിന്നീട് സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ എക്സാമിനേഷൻ ഉണ്ട്, ആ സർട്ടിഫിക്കേഷൻ കൂടി എടുക്കണം. നിങ്ങൾ സർട്ടിഫൈഡ് ആവുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. മറ്റ് ചിലരുടെ സംശയമാണ്, അതായത് എനിക്കൊരു കരിയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും പോയിട്ടില്ല, വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് സെയിൽഫോഴ്സ് പഠിക്കാമോ? യെസ്, നിങ്ങൾക്കും സെയിൽഫോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. മിക്ക IT കമ്പനീസും ഈ കരിയർ ഗ്യാപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് മാർക്കോ ഒന്നും കൺസിഡർ ചെയ്യില്ല. അവർക്ക് വേണ്ടത് സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെയാണ്. നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അതുപോലെ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, 0 to 2 years മതി. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെയിൽഫോഴ്സിൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സെയിൽഫോഴ്സ് ഡെവലപ്പർ ആവാനാണെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതല്ല എങ്കിൽ BCA അല്ലെങ്കിൽ MCA തുടങ്ങി ഏതെങ്കിലും IT റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടാകുന്നത് നല്ലതാണ്. അതൊരു 2 to 3 years എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾക്ക് പ്രിഫറൻസ് കൂട്ടുന്നതാണ്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കൊരു ഡെവലപ്പർ ആകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഡയറക്റ്റ്ലി നിങ്ങളെ ആരും ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു അഡ്മിനായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിൻ ആയതിനു ശേഷം അവിടെ നിന്ന് നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെവലപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കമൻറ്റ് നോക്കാം. താങ്ക്സ് ഫോർ ദ വീഡിയോ ബ്രോ. താങ്ക് യു സോ മച്ച്. ഏറെ നാളുകളായി തപ്പി നടക്കുന്ന വീഡിയോ, താങ്ക്സ്. റിക്വസ്റ്റിംഗ് ടു മേക്ക് എ കംപ്ലീറ്റ് വീഡിയോ സീരീസ് ഫോർ ബിഗിനേഴ്സ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. Thanks for the video, sir. Please do a complete series. Yeah, sure. Good content. Okay. സെയിൽഫോഴ്സിനെ പറ്റി മലയാളം വീഡിയോകൾ വളരെ കുറവാണ് സർ. കൂടുതൽ വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു. യാ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഗുഡ് വീഡിയോ. താങ്ക് യു സർ. താങ്ക്സ് അഗെയിൻ ബ്രോ. നൈസ്. ബാക്കി കൂടി അപ്ലോഡ് ചെയ്യുമോ? നെക്സ്റ്റ് പ്ലീസ് കോൺടാക്ട് നമ്പർ. ഞാൻ കോൺടാക്ട് നമ്പർ കമൻസിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, സൂം എന്തിന് സെയിൽഫോഴ്സിൽ ഇൻസ്റ്റാൾ ചെയ്യണം? സെയിൽഫോഴ്സിൽ സൂമിൻ്റെ ഉപയോഗം എന്താണ്? സെയിൽഫോഴ്സ് എങ്ങനെയൊക്കെ സൂം ഉപയോഗിക്കാം? എനിക്ക് തോന്നിയ ഡൗട്ടാണ്. ഇത് ഗൂഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിൽസ്ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതായത് നമ്മുടെ ബിസിനസ്സിന് ഉപയോഗപ്രദമായ ഏതൊരു സാധനത്തെയും നമുക്ക് സെയിൽഫോഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. ഒരു ഉദാഹരണം പറയണം, നമ്മൾ നോർമലി ഒരു ബിസിനസ്സിൽ, നോർമലി ഒരു IT ബിസിനസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, തേർഡ് പാർട്ടി ഇൻ ദ സെൻസ് സെയിൽഫോഴ്സ് അല്ലാത്ത മറ്റ് ആപ്ലിക്കേഷൻസ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഉദാഹരണം, നമുക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെയിൽ സർവീസ് വേണം. ഓക്കെ, നമ്മൾ മേ ബി യാഹു അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള സർവീസസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ചാറ്റും ഇൻറ്റേർണൽ വീഡിയോ കോൾസും കോൺഫറൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടീംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂമോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ കസ്റ്റമറുമായിട്ടൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സേജിങ് സർവീസോ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെ പലതരം ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻസിനെ എല്ലാം കൂടി ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ എഫേർട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സെയിൽസ്ഫോഴ്സിനെ നമ്മൾ നമ്മുടെ മെയിൽ, അതായത് ജിമെയിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിൽസ്ഫോഴ്സിനകത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മെയിൽ വരികയും സെയിൽസ്ഫോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് മെയിലിൽ റിപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു വലിയ കമ്പനി ആണെങ്കിൽ അവർക്കൊരു മൾട്ടിപ്പിൾ മെയിൽസ് ആയിരിക്കും വരുന്നത്, ഒരു ബഞ്ച് ഓഫ് മെയിൽസ് ഒരു ദിവസം വരുന്നുണ്ടാവും. അപ്പോൾ അതിനെല്ലാത്തിനും ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും, അല്ലേ? അപ്പോൾ സെയിൽസ്ഫോഴ്സിൽ ഓട്ടോ റിപ്ലൈ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മെയിൽ ബോക്സിനെ സെയിൽസ്ഫോഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിലുകൾക്ക് പലതിനും റിപ്ലൈ ചെയ്യാൻ സാധിക്കുകയും കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെയിൽസ്ഫോഴ്സിനെ നമ്മൾ സൂമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറയാം. ഇപ്പോൾ സെയിൽസ്ഫോഴ്സിനെ സൂമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെബിനാറും വീഡിയോ കോൺഫറൻസും എല്ലാം സെയിൽസ്ഫോഴ്സിനകത്തുനിന്ന് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ ദ മീറ്റിംഗ് വെബിനാറിൻ്റെ റെക്കോർഡ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെയിൽസ്ഫോഴ്സ് റെക്കോർഡായിട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതായത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വെബിനാറിന് ശേഷം ഡീറ്റെയിൽസ് നിങ്ങൾ മാനുവലി എൻ്റർ ചെയ്യുന്നതിന് പകരം സെയിൽസ്ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കോൺഫിഗറേഷൻസും ഓട്ടോമേഷൻസും ഒക്കെ നമുക്ക് സൂം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ്, വെൻഡേഴ്സ് ഇവരുടെയൊക്കെ ഷെഡ്യൂൾഡ് ടൈം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട്, കാരണം നമ്മുടെ കയ്യിൽ ഒരു ഷെഡ്യൂൾഡ് ടൈം സൂം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവരുടെ ഒരു ഷെഡ്യൂൾഡ് ടൈം നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടി നമുക്ക് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മീറ്റിംഗ്സും വെബിനാറും ഒക്കെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് സൂം ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സെയിൽസ്ഫോഴ്സിനെ നമുക്ക് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത കമൻറ്റ് നോക്കാം. വാട്ട് ഈസ് അക്കൗണ്ട് ബ്രോ? Can you tell me what are the other objects and its significance? ഓക്കെ, ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സിജിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഈസ് അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. അതായത് നമ്മൾ ഏതൊരു പേഴ്സണായിട്ടാണോ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനുമായിട്ടാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതിനെ നമ്മളൊരു അക്കൗണ്ടായിട്ടാണ് സെയിൽസ്ഫോഴ്സിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കോണ്ടാക്റ്റ്, ഓപ്പർച്യൂണിറ്റി, ലീഡ്സ്, ഇതിനെയെല്ലാം നമ്മൾ ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇവ തമ്മിലുള്ള റിലേഷനും എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ വരുന്ന വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ പ്ലീസ്.
സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആൻസർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈനലി ചിലരുടെ സംശയമാണ്, ഞാൻ സെയിൽസ്ഫോഴ്സ് പഠിക്കണോ? കാരണം സെയിൽസ്ഫോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അബദ്ധമാവോ? കാരണം IT ഇൻഡസ്ട്രിയിലും മറ്റ് പല ടെക്നോളജികളുള്ളൂ. അപ്പോൾ ഞാൻ സെയിൽസ്ഫോഴ്സ് എന്തുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ സെയിൽസ്ഫോഴ്സ് പഠിക്കണം? ഓക്കെ, ഇതിൽ പ്രധാനമായുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെയിൽസ്ഫോഴ്സിനെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സെയിൽസ്ഫോഴ്സ് ഒരു കമ്പനിയാണ്. അപ്പോൾ നാളെ ആ കമ്പനി ഇന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു പേടി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിൽസ്ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു CRM സോഫ്റ്റ്വെയർ ആണ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് CRM ടൂൾസ് കാണാൻ പറ്റും. ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെയും അല്ലെങ്കിൽ ആമസോണിൻ്റെയും ഒക്കെ CRM ടൂൾസ് ഉണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു CRM ടൂളാണ് സെയിൽസ്ഫോഴ്സ്. അതിന് കാരണം എന്ന് വെച്ചാൽ സെയിൽസ്ഫോഴ്സിന് അത്രത്തോളം വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസും സപ്പോർട്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്ന് വെച്ചാൽ എന്നും കൊന്നും സെയിൽസ്ഫോഴ്സ് തന്നെ ആയിരിക്കും ടോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് നാളെ ചിലപ്പോൾ മറ്റൊരു ട്രെൻഡ് വന്നേക്കാം, മറ്റൊരു കമ്പനി വന്നേക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് CRM എന്ന് പറയുന്ന ടൂളിലാണ്. CRM എന്ന് വെച്ചാൽ എന്താണ്? കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻ്റ് ആണ്. കസ്റ്റമറെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ് ഈ പറയുന്ന എല്ലാ ടൂൾസും ഫോക്കസ് ചെയ്യുന്നത്. അതിന് സെയിൽസ്ഫോഴ്സ് തന്നെ വേണമെന്നില്ല. സെയിൽസ്ഫോഴ്സ് മാറി മറ്റൊരു ടെക്നോളജി വന്നാലും കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നടന്നേ പറ്റൂ. അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം ബിസിനസ് ഉള്ളിടത്തോളം കാലം നമുക്ക് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ CRM ഒരിക്കലും നിന്നു പോകില്ല. അടുത്തതാണ് പേറോൾ. നമുക്ക് എത്ര രൂപ കിട്ടും? സെയിൽസ്ഫോഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്ക് സാലറി, നമ്മുടെ പാക്കേജ് നല്ലതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് മറ്റൊരു ഡൗട്ട്. ഇതിന് നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് പ്രൊഫൈൽ സൈറ്റിൽ കയറിയിട്ട് സെയിൽസ്ഫോഴ്സിൻ്റെ കറണ്ട് പാക്കേജ് എത്രയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു IT ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു അതിനേക്കാളും മുകളിൽ സെയിൽസ്ഫോഴ്സ് ജോബ്സ് സാലറീസ് അല്ലെങ്കിൽ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്.